ഞാൻ നിങ്ങളുടെ സ്വന്തം ജയലക്ഷ്മിയാണ്. നമുക്കിന്ന് മീനില്ലാത്ത മീൻകറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇത് 2 സവാള ചെറുതായിട്ട് എരിഞ്ഞതാണ്. അപ്പോൾ ഒരു പച്ച ഏത്തക്ക ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീൻകറിയിലെ പ്രധാന ഐറ്റം. പിന്നെ ഈ കാണുന്നത് പച്ച കുരുമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടെ അരച്ചതാണ്. പണ്ട് കാലത്ത് നമ്മൾ മീൻകറി വെക്കുമ്പം പച്ച കുരുമുളക് വെച്ചിട്ടായിരുന്നു കൂടുതലും കറി ഇടുന്നത്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് വെക്കുമ്പോൾ അതങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ചെയ്തതെന്ന് വെച്ചാൽ അന്നേരം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം അമ്മയ്ക്ക് മാങ്ങ മാത്രം വെച്ചിട്ട് മീൻകറി പോലെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് അങ്ങനെ വെക്കാലോ എന്ന് എഴുതിയിട്ടാണ് ഓരോന്നും ഇറങ്ങിയത്. ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിക്കുക. പൊടിയെല്ലാം മൂത്ത് വരുമ്പം നമുക്ക് ആ മണം അറിയാൻ പറ്റുമല്ലോ. അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കുരുമുളകും കൂടെ ചേർക്കുക. കുടഞ്ഞിട്ട് മോളെ. ഓക്കെ, ഈ കളർ കാണുന്നത് കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെയും കൂടെ കളറാണ് ഇങ്ങനെ ഇരിക്കുന്നത്. തേങ്ങയ്ക്ക് ആവശ്യം വെള്ളം ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച ഏത്തക്ക ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് വേവിക്കണം. നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. അത് വെന്ത് കഴിയുമ്പോൾ, അതായത് ഒരു പകുതി മുക്കാൽ വേവെങ്കിലും ആയിക്കഴിഞ്ഞ ശേഷം മാത്രമേ പച്ചമാങ്ങ ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പുളിപ്പിറങ്ങുമ്പം ഈ ഏത്തയ്ക്ക കല്ലിക്കും. അപ്പോൾ അമ്മയ്ക്ക് പല്ലില്ല. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഏത്തക്ക വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും കൂടെ അതിനകത്തേക്ക് ഇടാം. അതിനകത്ത് മഞ്ഞ കളർ ഉണ്ടോന്ന് നോക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഏകദേശം ഒന്ന് ചെനച്ചു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും മാങ്ങയുടെ പുളി കുറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം വെച്ചിട്ടും ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ അവിടെ നിന്ന് വെന്തൊന്ന് കുറുകി കഴിയുമ്പം നമുക്കെടുത്ത് ഉപയോഗിക്കാം. ശരിക്കും മാങ്ങാക്കറി, അതായത് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയുടെ ടേസ്റ്റാണ് ഈ മാങ്ങാക്കറി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.